നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനാ സിലബസ് ഭാഗത്ത് ഇതിനോടകം മൗലിക അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റിട്ടുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിട്ടുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു നിർത്തി അല്ലേ? അതിൽ നമ്മുടെ ആറാമത്തെ മൗലിക അവകാശം എന്താണ്? ആറാമത്തെ മൗലിക അവകാശം എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാര അവകാശമാണ്. ഭരണഘടനാപരമായിട്ടുള്ള പരിഹാര അവകാശം ഏത് വകുപ്പിലാണ് പറഞ്ഞത്? വകുപ്പ് 32-ലാണ്. അവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മൗലിക അവകാശം നിഷേധിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് കോടതി വഴി അത് പുനഃസ്ഥാപിക്കാനായിട്ട് പറ്റും അല്ലെ? ഭരണഘടന ഉറപ്പ് നൽകുന്നത് മൗലിക അവകാശങ്ങളാണ്. ആ പറഞ്ഞ അവകാശങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടാൽ കോടതി വഴി പുനഃസ്ഥാപിക്കാം എന്നാണ് വകുപ്പ് 32 ആറാമത്തെ മൗലികാവകാശത്തിൽ പറയുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള പരിഹാര അവകാശം നിങ്ങളുടെ മൗലികാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സമീപിക്കാവുന്നത് 2 കോടതികളെയാണ് എന്നുള്ളത് ഓർത്തോണം. ഏതൊക്കെ കോടതികളെയാണ്? അത് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയുമാണ്. അപ്പോൾ മൗലികാവകാശ സംരക്ഷണാർത്ഥം പൗരന് സമീപിക്കാവുന്നത് ഏതെല്ലാം കോടതികളെയാണ് എന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ്. അങ്ങനെ നിങ്ങൾ കോടതിയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് കോടതി രേഖാമൂലം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുണ്ട്. അത്തരം ഉത്തരവുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിട്ടുകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കുന്നത് റിട്ടുകൾ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് റിട്ട് എന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന രേഖാമൂലമുള്ള ഉത്തരവുകളാണ് ഏത്? റിട്ടുകൾ. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വകുപ്പ് 32-ആണ്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുമോ? പറ്റും. അതിന് അനുവാദം നൽകുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വകുപ്പ് 32-ആണ്. അതുപോലെ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റോ? ഉണ്ട്. ഹൈക്കോടതിക്കും റിട്ട് അധികാരമുണ്ട്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വകുപ്പ് 226-ആണ്. അപ്പോൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാം. 2 പേർക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത് ഒരു വകുപ്പല്ല. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം കൊടുക്കുന്നത് വകുപ്പ് 32-ഉം ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം കൊടുക്കുന്ന വകുപ്പ് 226-ഉമാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിട്ട് എന്ന് പറയുന്ന ആശയം ആദ്യം രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ്? റിട്ട് എന്നുള്ള ആശയത്തിൻ്റെ തുടക്കം ഏത് രാജ്യത്ത് നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ്. റിട്ടുകളുടെ തുടക്കം എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ റിട്ടുകൾ എന്നുള്ള ആശയമുണ്ട്. അതിന് കടപ്പാട് ഏത് രാജ്യത്തോട് എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനോടാണ് എന്ന് പറയണം. ഇനി ഞാൻ പറഞ്ഞു സുപ്രീം കോടതിക്കും റിട്ട് അധികാരമുണ്ട്, ഹൈക്കോടതിക്കും റിട്ട് അധികാരമുണ്ട്. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കും, ഇതിൽ ഏറ്റവും വിശാലമായിട്ടുള്ള റിട്ട് അധികാരമുള്ളത് ഏത് കോടതിക്കാണ്? ഏറ്റവും വിശാലമായിട്ടുള്ള റിട്ട് അധികാരമുള്ളത് ഏത് കോടതിക്കാണ് എന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതിക്കാണ്. വിശാലമായിട്ടുള്ള റിട്ട് അധികാരമുള്ളത് ഏത് കോടതിക്കാണ് അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. വിശാലമായിട്ടുള്ള റിട്ട് അധികാരമുള്ള കോടതി എന്ന് ചോദിക്കുമ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ചോയ്സ് തന്നിരിക്കുമ്പോൾ ഹൈക്കോടതിയേക്കാൾ വലിയ കോടതിയാണ് ഏത്? സുപ്രീം കോടതി. അപ്പോൾ നിങ്ങൾ സുപ്രീം കോടതി എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. തെറ്റാണ്. ഏറ്റവും വിശാലമായിട്ടുള്ള റിട്ട് അധികാരമുള്ള കോടതി ഹൈക്കോടതിയാണ്. അപ്പോൾ ചിലപ്പോൾ സംശയം വരും, എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് സംശയം വന്നാൽ സുപ്രീം കോടതിക്ക് മൗലിക അവകാശങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റുള്ളൂ. സുപ്രീം കോടതിക്ക് റിട്ട് അധികാരമുണ്ട്. അത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റൂ. എന്നാൽ ഹൈക്കോടതിയുടെ കാര്യം അങ്ങനെയല്ല.
മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അതിനു പുറമെ മറ്റ് അവകാശങ്ങളുമായി ബന്ധപ്പെട്ടും റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലീഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. മൗലിക അവകാശങ്ങളല്ലാതെയും നമുക്ക് ഭരണഘടനാപരമായിട്ട് മറ്റു പല അവകാശങ്ങളും ഉണ്ട് അല്ലേ. ആ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അധികാരം ആർക്കില്ല? സുപ്രീം കോടതിക്കില്ല അല്ലേ. അപ്പോൾ സുപ്രീം കോടതിക്ക് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ഹൈക്കോടതിക്ക് മൗലിക അവകാശങ്ങൾക്ക് അപ്പുറം മറ്റ് ലീഗൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട്, ഇപ്പം നിങ്ങൾ സ്വത്തവകാശം എന്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലെ വോട്ടവകാശം എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ലീഗൽ റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള മറ്റ് അവകാശങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഹൈക്കോടതിക്കുണ്ട്. അപ്പോൾ ഏറ്റവും വിശാലമായിട്ടുള്ള റിട്ട് അധികാരം ഏത് കോടതിക്കാണ് എന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, റിട്ട് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ തുടക്കം ബ്രിട്ടനിൽ നിന്നാണെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിലോട്ട് റിട്ട് എന്ന് പറയുന്ന ആശയം എത്തുന്നത്. റിട്ട് എത്ര തരം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 5 തരമാണ്. റിട്ടുകൾ എത്ര തരമുണ്ടെന്ന് ചോദിച്ചാൽ 5 തരമാണ്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഹേബിയസ് കോർപ്പസ്, ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ആ റിട്ടുകളുടെ പേരൊന്ന് മനസ്സിലാക്കണം. ഹേബിയസ് കോർപ്പസ്, വേറൊന്ന് മാൻഡമസ്, വേറൊന്ന് കോ വാറന്റോ, വേറൊന്ന് പ്രോഹിബിഷൻ, വേറൊന്ന് സെർഷ്യോററി അല്ലേ. അപ്പോൾ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, പ്രോഹിബിഷൻ, സെർഷ്യോററി, അങ്ങനെ റിട്ടുകൾ എത്ര തരം എന്ന് ചോദിച്ചാൽ 5 തരമാണ്. അതിൽ നമുക്ക് ആദ്യത്തെ റിട്ടിലോട്ട് വരാം. ആദ്യത്തെ റിട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതെന്തായാലും ഇംഗ്ലീഷ് വാക്കല്ല. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ ശരിക്കുള്ള ലിറ്ററൽ ആയിട്ടുള്ള മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ശരീരം ഏറ്റെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടിൻ്റെ, അല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന പദത്തിൻ്റെ, ലാറ്റിൻ പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ആ പദത്തിൻ്റെ ലിറ്ററൽ മീനിങ് എന്താണ്? ശരീരം ഏറ്റെടുക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന റിട്ടാണ്, അല്ലെങ്കിൽ എന്ന അർത്ഥമുള്ള റിട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ഹേബിയസ് കോർപ്പസ് ആണ്. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്ത്യൻ കോടതികളിൽ ഏറ്റവും വ്യാപകമായിട്ട്, ഇന്ത്യൻ കോടതികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റിട്ട് ഏത് എന്ന് ചോദിച്ചാൽ അതും ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഇന്ത്യൻ കോടതികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശരീരം ഏറ്റെടുക്കാം. ഇന്ത്യൻ കോടതികളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന റിട്ട് ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി ഹേബിയസ് കോർപ്പസ്, ഓരോ റിട്ടിനും ഓരോ അർത്ഥമുണ്ട്, ഓരോ ധർമ്മമുണ്ട്. എല്ലാ റിട്ടുകളും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്, ആവശ്യങ്ങൾക്കനുസരിച്ച് റിട്ടിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് എന്താവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ സ്വതന്ത്രനാക്കുന്നതിന് ഉപയോഗിക്കുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ സ്വതന്ത്രനാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അല്ലെ. നിങ്ങൾ ഭരണഘടന പഠിച്ച സമയത്ത് ആർട്ടിക്കിൾ 19 പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 19 പറയുന്ന കാര്യം എന്താണ്? ഒരു പൗരന്റെ 6 സ്വാതന്ത്ര്യങ്ങൾ, ഒരു പൗരന്റെ 6 സ്വാതന്ത്ര്യങ്ങൾ അല്ലെ. അപ്പോൾ പൗരന് എന്താണ്? ഈ പറഞ്ഞ പൗര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, എന്നിങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ 6 സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതാണ് ആർട്ടിക്കിൾ 19 പറഞ്ഞത് അല്ലെ. ആർട്ടിക്കിൾ 20 പറഞ്ഞ കാര്യം എന്താണ്? ആർട്ടിക്കിൾ 20 പറയുന്നത് ശിക്ഷകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 21 പറയുന്നത് എന്താണ്? ജീവിക്കാനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 22 പറയുന്നത് അറസ്റ്റ്, കരുതൽ തടങ്കൽ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും അന്യായമായി തടവിലാക്കിയാൽ ഈ പറഞ്ഞ സ്വാതന്ത്ര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമോ? ലഭിക്കത്തില്ല. അപ്പോൾ അവിടെ മൗലിക അവകാശങ്ങൾ നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പോലീസ് അറസ്റ്റ് ചെയ്താൽ ഒരു വ്യക്തിയെ എത്ര മണിക്കൂറിനകത്താണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടത്? 24 മണിക്കൂറിനകത്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്നാണ് അതാണ് നിയമം അല്ലേ. പക്ഷേ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞ് 24 ദിവസവുമായി ഇതുവരെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കിയിട്ടില്ല.
അവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൗലികാവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് നിങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട് എവിടെ സമീപിക്കാം? കോടതിയെ സമീപിക്കാം. അപ്പോൾ നിങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും. ആ ഉത്തരവ് ഏതായിരിക്കും? ആ റിട്ട് ഏതായിരിക്കും? ഹേബിയസ് കോർപ്പസ്, അല്ലേ? അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യമാണ് അന്യായമായി തടവിലാക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. ആരും ഇവിടെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അന്യായമായിട്ട് തടവിൽ കഴിയേണ്ട കാര്യമില്ല എന്നാണ് ഈ പറഞ്ഞ കാര്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, ഈ റിട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, പോലീസ് പിടിച്ചുകൊണ്ടുപോയി അല്ലെങ്കിൽ പട്ടാളം പിടിച്ചുകൊണ്ടുപോയി അല്ലെങ്കിൽ ഭരണകൂട ഭീകരത, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ ഒരാൾക്ക് എന്താവാം? സ്വാതന്ത്ര്യം നഷ്ടപ്പെടാം. അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടികളുടെ ഭാഗത്തു നിന്നും അത്തരം നടപടികൾ ഉണ്ടാകാം, അല്ലേ? ഇപ്പോൾ ഒരു ഗുണ്ടാ സംഘം നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഒരു ഗുണ്ടാ സംഘം നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയാൽ നിങ്ങളുടെ വീട്ടുകാരെന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക, നിങ്ങളെ കാണാനില്ല. അപ്പോൾ പോലീസ് എന്ത് ചെയ്യണം? അന്വേഷിച്ച് അയാളെ ഈ പറഞ്ഞ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരണം. പക്ഷെ പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കോടതിയെ സമീപിക്കും. ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നില്ല, കോടതിയെ നിങ്ങൾ സമീപിക്കും. അപ്പോൾ ആ പിടിച്ചുകൊണ്ട് പോയപ്പെട്ട അയാൾ ഒരു പക്ഷേ ആരുടെയെങ്കിലും കസ്റ്റഡിയിലായിരിക്കാം. അയാളുടെ ജീവന് ഈ പറഞ്ഞ ഹാനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞ സങ്കടം കൊണ്ട് എവിടെ ചെല്ലുന്നു? കോടതിയിൽ ചെല്ലുന്നു. അപ്പോൾ കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി അപ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടും അത് തന്നെയായിരിക്കും. ഏതാണ്? ഹേബിയസ് കോർപ്പസ്. അപ്പോൾ എങ്ങനെയായാലും പോലീസുകാർ ആ പറഞ്ഞ ആളെ കണ്ടെത്തി നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കും. അപ്പോൾ ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന റിട്ടാണ്, ഇന്ത്യൻ കോടതികളിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട്. അന്യായമായി തടവിലാക്കപ്പെടുന്ന ഒരാളെ സ്വതന്ത്രനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിട്ട്. ഈ റിട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഉപയോഗിക്കാം. സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഗുണ്ടാ സംഘത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർ അതോറിറ്റി അല്ലല്ലോ, പബ്ലിക് അതോറിറ്റി ഒന്നും അല്ല, പോലീസോ പട്ടാളോ ഭരണകൂടമോ ഒന്നും അല്ല, സ്വകാര്യ വ്യക്തിയാണ്, അല്ലേ? ചിലപ്പോൾ ഈ പറഞ്ഞ അച്ഛനെ മക്കൾ ഈ പറഞ്ഞ തടവിലാക്കുന്ന സാഹചര്യമുണ്ട്, മക്കളെ അച്ഛൻ തടവിലാക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന റിട്ട് ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്കെതിരായും ഉപയോഗിക്കാവുന്ന റിട്ട് ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. സ്വകാര്യ വ്യക്തികൾക്കെതിരായും ഉപയോഗിക്കാവുന്ന റിട്ട് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ആ റിട്ട് അതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റിട്ടിലോട്ട് വരാം. രണ്ടാമത്തെ റിട്ടാണ് ഏത്? മാൻഡമസ്. വേറെ റിട്ട് മാൻഡമസ്. മാൻഡമസ് എന്ന് കേൾക്കുമ്പോൾ അറിയാം അത് ഇംഗ്ലീഷ് വാക്കല്ല, അത് ലാറ്റിൻ വാക്കാണ്. മാൻഡമസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കൽപ്പിക്കുന്നു എന്നാണ്. ഞാൻ കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഐ ഓർഡർ ഓർ വി ഓർഡർ, അല്ലെ? ഞാൻ കൽപ്പിക്കുന്നു, ഞങ്ങൾ കൽപ്പിക്കുന്നു, അല്ലെ? ഈ ഞാൻ ആരാണ്? ഞാനെന്ന് പറഞ്ഞാൽ കോടതി, അല്ലെ? കോടതിയാണ് കൽപ്പിക്കുന്നത്. എന്തിനാണ് കൽപ്പിക്കുന്നത്? ആരോടാണ് കൽപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സർക്കാർ സ്ഥാപനത്തോടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോടായിരിക്കാം. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന്, സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ചില സേവനങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു പഞ്ചായത്ത് ഓഫീസിൽ പോകുന്നു. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടേണ്ടത്. പക്ഷേ എല്ലാ നടപടിക്രമങ്ങളും നിങ്ങൾ പാലിച്ച് അപേക്ഷ കൊടുത്തിട്ടും നിങ്ങൾക്ക് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കിട്ടുന്നില്ല. ഒരു വില്ലേജ് ഓഫീസിൽ പോകുന്നു, അവിടെ നിങ്ങൾ ലൊക്കേഷൻ സ്കെച്ചിനാണ് അപേക്ഷിച്ചിരിക്കുന്നത്, പക്ഷെ അവിടെ നിന്നത് കിട്ടുന്നില്ല. നിങ്ങൾ താലൂക്ക് ഓഫീസിൽ പോകുന്നു, ജാതി സർട്ടിഫിക്കറ്റിനാണ് നിങ്ങൾ താലൂക്ക് ഓഫീസിൽ പോകുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥർ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങളെ ഇട്ട് ഓട്ടിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് തരുന്നില്ല. നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നു, 8 വളച്ച് കാണിച്ചു, എന്നിട്ടും ഈ പറഞ്ഞ 9 ദിവസമായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്ത് തരുന്നില്ല? ലൈസൻസ് തരുന്നില്ല. ഇവിടെയൊക്കെ ചെയ്ത കാര്യം എന്താണ്? ഇവിടെയൊക്കെ നടക്കുന്ന കാര്യം എന്താണ്? ഉദ്യോഗസ്ഥർ അവർ ചെയ്യേണ്ട, പബ്ലിക് അതോറിറ്റിയാണ്. പബ്ലിക് അതോറിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ അവരിൽ അർപ്പിതമായിട്ടുള്ള ഡ്യൂട്ടി നിർവഹിക്കുന്നില്ല. അതിൽ കാലതാമസം വരുത്തുന്നു, അതിൽ ഉദാസീനത വരുത്തുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? കോടതിയെ സമീപിക്കും. കോടതിയെ സമീപിക്കുമ്പോൾ കോടതി അത് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും. ആ ഉത്തരവാണ് ഏത്? മാൻഡമസ്.
അപ്പോൾ മാൻഡമസ് എന്ന് പറയുന്ന ആ റിട്ട് ആർക്കെതിരെ ഉള്ളതാണ്? സർക്കാർ ഓഫീസ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു സർക്കാർ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ ചെയ്യേണ്ട കാര്യം ശരിയായ രീതിയിൽ ചെയ്തില്ല എങ്കിൽ അത് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോടതിയുടെ ഈ ഉത്തരവാണ് ഏതെന്ന് പറയുന്നത്? മാൻഡമസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇങ്ങനെ കോടതിക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്നത് സ്വകാര്യ വ്യക്തികളോട് അല്ല. ഇങ്ങനെ കോടതിക്ക് നിർദ്ദേശം ആർക്ക് കൊടുക്കാൻ പറ്റില്ല? സ്വകാര്യ വ്യക്തികളോട് കൊടുക്കാൻ പറ്റൂല, സ്വകാര്യ സ്ഥാപനങ്ങളോട് കൊടുക്കാൻ പറ്റൂല. മനസ്സിലായോ? സ്വകാര്യ വ്യക്തികൾക്കെതിരായോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരായോ ഈ റിട്ട് പ്രയോഗിക്കാനായിട്ട് പറ്റത്തില്ല. സ്വകാര്യ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന ഒരേ ഒരു റിട്ടേ ഉള്ളൂ. ഏതാണ്? ഹേബിയസ് കോർപ്പസ്. സ്വകാര്യ വ്യക്തികൾക്കെതിരായും ഉപയോഗിക്കാവുന്ന ഒരേ ഒരു റിട്ടേ ഉള്ളൂ, അത് ഹേബിയസ് കോർപ്പസ് ആണ്. മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് സ്വകാര്യ വ്യക്തികൾക്കെതിരായോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരായോ പറ്റത്തില്ല. സർക്കാർ സ്ഥാപനം സർക്കാർ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടേ പറ്റൂ. ഏതാണ് ആ റിട്ട്? മാൻഡമസ് അല്ലെ. അപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന റിട്ടാണ്. സർക്കാർ ഓഫീസ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിട്ടാണ്. അവരൊരു ജോലി നിർവഹിച്ചില്ല എങ്കിൽ ആ ജോലി നിർവഹിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിട്ടാണ് ഏതെന്ന് പറയുന്നത്? മാൻഡമസ് എന്ന് പറയുന്നത്. ഇത് സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ഈ റിട്ട് ബാധകമല്ല. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു റിട്ടിലോട്ട് വരാം. മൂന്നാമത്തെ റിട്ട് എന്ന് പറയുമ്പോൾ കോ വാറന്റോ അല്ലെ. ആദ്യത്തെ റിട്ട് ഹേബിയസ് കോർപ്പസ്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരീരം ഏറ്റെടുക്കാം. രണ്ടാമത്തെ റിട്ട് എന്താണ്? മാൻഡമസ് എന്ന് പറയുന്ന റിട്ടാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കൽപ്പിക്കുന്നു. മൂന്നാമത്തെ റിട്ട് എന്ന് പറയുന്നത് കോ വാറന്റോ ലാറ്റിൻ വാക്കാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ എന്ത് അധികാരത്തോടെ എന്നാണ്. കോ വാറന്റോ എന്ന് പറഞ്ഞാൽ എന്ത് അധികാരത്തോടെ, വിത്ത് വാട്ട് അതോറിറ്റി. അപ്പൊ ഇത് ആരാ ചോദിക്കുന്നത്? എന്ത് അധികാരത്തോടെ നിങ്ങൾ അത് ചെയ്തു എന്നാണ് ചോദ്യം. ആരാണ് ചോദിക്കുന്നത്? കോടതിയാണ് ചോദിക്കുന്നത്. ആരോടാണ് ചോദിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ ഓഫീസ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ മാൻഡമസ് എന്താണ്? നിങ്ങൾക്ക് ചെയ്യേണ്ട സേവനം ആ ഉദ്യോഗസ്ഥൻ തരുന്നില്ല. നിങ്ങൾക്ക് ചെയ്തു തരേണ്ട സേവനം ആ ഉദ്യോഗസ്ഥൻ ചെയ്തു തരുന്നില്ല. അപ്പോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ് ഏത്? മാൻഡമസ്. ഇവിടെ അതല്ല. ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ അധികാരമില്ല എന്ന് വയ്ക്കുക. ഒരു കർമ്മം ചെയ്യാൻ അധികാരമില്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അയാൾക്ക് യാതൊരു യോഗ്യതയുമില്ല, അധികാരവുമില്ല. പക്ഷെ അയാൾ അത് ചെയ്യുന്നു. അപ്പോൾ ഉത്തരവാദിത്തമില്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ അധികാരപരിധിയിൽ വരാത്ത ഒരു കാര്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്താൽ അതെന്തിനു ചെയ്തു എന്ന് ചോദിക്കുന്നതാണ് കോ വാറന്റോ. അയാൾക്ക് അധികാരമില്ലാത്ത, അയാൾക്ക് ഈ പറഞ്ഞ യോഗ്യതയില്ലാത്ത ആ പ്രവൃത്തി എന്തിനു ചെയ്തു എന്ന് ചോദിക്കുന്നതാണ് കോ വാറന്റോ. ആ പറഞ്ഞ പ്രവൃത്തി ചെയ്യാനുള്ള യോഗ്യത അയാൾക്കില്ല. അപ്പൊ പിന്നെ നീ എന്തിനത് ചെയ്തു എന്നുള്ളതാണ് ഏത്? കോ വാറന്റോ എന്ന് പറയുന്ന റിട്ടിന്റെ ഉദ്ദേശം. ഇപ്പോൾ നമുക്ക് എടുക്കാം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. ആ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെങ്കിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ പിന്തുണ വേണം അല്ലേ. അവിടെ 12 അംഗങ്ങളാണുള്ളത്. ആ പഞ്ചായത്തിൽ 12 അംഗങ്ങളുണ്ട്. 12 അംഗങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെങ്കിൽ 7 അംഗങ്ങളുടെ പിന്തുണ വേണമല്ലോ. 7 അംഗങ്ങളുടെ പിന്തുണ ഇല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ 3 അംഗങ്ങളുടെ പിന്തുണയേ ഉള്ളൂ. 3 അംഗങ്ങളുടെ പിന്തുണയുമായിട്ടാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. പക്ഷേ ആ പറഞ്ഞത് പറ്റോ? 7 അംഗങ്ങളുടെ പിന്തുണ വേണ്ടേ? 3 അംഗങ്ങളുടെ പിന്തുണയുമായിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തുടരുന്നു. അപ്പോൾ അവിടെ എന്ത് യോഗ്യതയാണുള്ളത്? ആ സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഈ പറഞ്ഞ റിട്ടാണെങ്കിൽ അതേതാണ്? കോ വാറന്റോ. ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത അയാൾക്കില്ല. കോ വാറന്റോ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. ഇപ്പോൾ ഒരു സർജൻ ആകുമ്പോഴത്തേക്കും എന്താണ്? സർജന് വേണ്ടിയിട്ടുള്ള യോഗ്യതയൊക്കെ ഉള്ള ആളാണ്. ഒരു ഈ പറഞ്ഞ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു സർജൻ, അയാൾക്ക് സർജറി ചെയ്യാനുള്ള യോഗ്യതയുണ്ട്. പക്ഷെ അവിടുത്തെ നേഴ്സിന് സർജറി ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ? ആ പറഞ്ഞ ധർമ്മം അവർ നിർവഹിക്കാൻ പാടുണ്ടോ? ആ പറഞ്ഞ പണി അവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണോ? അല്ല. അപ്പോൾ ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പറഞ്ഞ കാര്യത്തിൽ അറിവില്ല, അതിനുള്ള യോഗ്യതയില്ല, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള എന്തില്ല? അധികാരമില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ പറഞ്ഞ നേഴ്സ് ഒരു സർജറി അങ്ങ് ചെയ്തു, ആളങ്ങ് മരണപ്പെട്ടാൽ അപ്പോൾ കോടതി
ചോദിക്കും കോ വാറന്റോ, എന്ത് അധികാരത്തോടെ, നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ, നിനക്ക് അതിനുള്ള അധികാരമുണ്ടോ, പിന്നെ എന്തിനാണ് ആ പണി ചെയ്തത്, അതാണ് ഏത് കോ വാറന്റോ. അപ്പം മാൻഡമസ് ഉദ്ദേശിക്കുന്നത് നീ ചെയ്യേണ്ട ജോലിയാണ്, നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ്, നീ അത് ചെയ്തില്ല, ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ് മാൻഡമസ്. ഇതിപ്പോ നീ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ശരിയാണ്, പക്ഷെ ഈ പണി ചെയ്യാനുള്ള അധികാരം നിനക്കില്ല, ഈ കാര്യം ചെയ്യാനുള്ള യോഗ്യത നിനക്കില്ല, പിന്നെ നീ എന്തിനത് ചെയ്തു എന്ന് ചോദിക്കുന്നതാണ് ഏത് കോ വാറന്റോ എന്ന് പറയുന്ന റിട്ട്. അപ്പോൾ കോ വാറന്റോ എന്ന റിട്ട് അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് അധികാരത്തോടെ എന്നുള്ളതാണ്. അപ്പോൾ ശരിയായിട്ടുള്ള യോഗ്യതയില്ലാത്ത, ശരിയായിട്ട് അധികാരമില്ലാത്ത ഒരു കാര്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്താൽ അത് വിലക്കിക്കൊണ്ട്, അത് ചോദ്യം ചെയ്തുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് കോ വാറന്റോ, അല്ലെ? ഇത് സ്വകാര്യ വ്യക്തികൾക്ക് ബാധകമാണോ? ഇതും സ്വകാര്യ വ്യക്തികൾക്ക് ബാധകമല്ല. നമ്മൾ ഇനി അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ്? സ്വകാര്യ വ്യക്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു റിട്ടേ ഉള്ളൂ. ഏതാണ് അത്? ഹേബിയസ് കോർപ്പസ് ആണ്. ഇത് സ്വകാര്യ വ്യക്തികൾക്ക് ബാധകം അല്ല. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു റിട്ടിലോട്ട് നമുക്ക് വരാം. അപ്പൊ ആദ്യത്തെ റിട്ട് നമ്മൾ പറഞ്ഞു ഹേബിയസ് കോർപ്പസ്. അത് കഴിഞ്ഞിട്ട് രണ്ട് റിട്ട് പറഞ്ഞു മാൻഡമസും കോ വാറന്റയും. ഈ മാൻഡമസും കോ വാറന്റയും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർക്കാർ ഓഫീസുമായി, സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡമസും അതുപോലെ തന്നെ കോ വാറന്റയും. ഇനി നമുക്ക് രണ്ട് റിട്ടുകളെ കുറിച്ച് കൂടി മനസ്സിലാക്കാനുണ്ട്. അതിലൊരു റിട്ടാണ് പ്രോഹിബിഷൻ, വേറൊരു റിട്ടാണ് സെർഷ്യോററി. ഈ രണ്ട് റിട്ടുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ആദ്യമേ മനസ്സിലാക്കി വയ്ക്കാം. പ്രോഹിബിഷൻ എന്ന് പറയുന്ന റിട്ടിനെ കുറിച്ച് പറയണം, അതുപോലെ തന്നെ എന്താണ് സെർഷ്യോററി എന്ന് പറയുന്ന റിട്ടിനെ കുറിച്ച് പറയണം. ഈ രണ്ട് റിട്ടുകളും കോടതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് മേൽക്കോടതിയും കീഴ്ക്കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മേൽക്കോടതി, കീഴ്ക്കോടതി, കോടതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, കോടതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ മേൽക്കോടതിയും കീഴ്ക്കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിട്ട് അത് വേറൊരു ആർക്കും ബാധകമല്ല. ഏത് റിട്ടാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് പ്രോഹിബിഷൻ, വേറൊന്ന് സെർഷ്യോററി. അവിടെ നമുക്ക് പ്രോഹിബിഷൻ എന്നുള്ള വാക്കിലോട്ട് വരാം. പ്രോഹിബിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം തടയുന്നു എന്നാണ് അർത്ഥം. പ്രോഹിബിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തടയുന്നു, അല്ലെ? ഇവിടെ തടഞ്ഞു. ആര് തടഞ്ഞു? മേൽക്കോടതി. ആരെ തടഞ്ഞു? കീഴ്ക്കോടതിയെ തടഞ്ഞു. മേൽക്കോടതി കീഴ്ക്കോടതിയുടെ എന്തോ ഒരു കാര്യം എന്ത് ചെയ്തു? തടഞ്ഞു. അല്ലെങ്കിൽ കീഴ്ക്കോടതിയിൽ എന്തോ ഒരു കേസ് നടക്കാണ്, അല്ലെങ്കിൽ കീഴ്ക്കോടതി എന്തോ ഒരു വിധി പ്രസ്താവിക്കുന്നു, അല്ലെങ്കിൽ കീഴ്ക്കോടതി എന്തെങ്കിലും പ്രൊസീഡിങ്സിലോട്ട് വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? തടയുന്നു. എന്തുകൊണ്ടാണ് തടഞ്ഞത്? ആ കേസ് കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഉത്തരവ് പുറപ്പെടുവിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികളിലോട്ട് കടക്കാൻ ആ കോടതിക്ക് അധികാരമില്ല, അല്ലേ? ഇപ്പോൾ മുനിസിപ്പൽ കോടതികളുണ്ട്, മജിസ്ട്രേറ്റ് കോടതികളുണ്ട്, ജില്ലാ കോടതികളുണ്ട്, അതുപോലെ തന്നെ ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ഇങ്ങനെ കോടതികൾ പലതും ഉണ്ട്. എല്ലാ കോടതികൾക്കും എല്ലാ അധികാരങ്ങളും ഉണ്ടോ? ചില കോടതികൾക്ക് ചില ഈ പറഞ്ഞ അധികാരങ്ങളിലേ കാണൂ. അതിന് മുകളിലോട്ട് അവർക്ക് അധികാരം ഉണ്ടാവോ? ഇല്ല. അപ്പോൾ അധികാരമില്ലാത്ത പണി ചിലപ്പോൾ ഈ പറഞ്ഞ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചില കോടതികൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളത് പരാതിപ്പെടും. ആ പറഞ്ഞ ജോലി ചെയ്യാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാനുള്ള, അങ്ങനെ ഒരു നടപടി എടുക്കാനുള്ള ആ ഒരു യോഗ്യതയില്ലാത്ത കോടതി അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് നമുക്ക് പരാതി ഉണ്ടെങ്കിൽ നമ്മൾ മേൽക്കോടതിയിൽ പോയി പറയും. അപ്പോൾ മേൽക്കോടതി എന്ത് ചെയ്യും? അത് പരിശോധിച്ചിട്ട് ഈ പറഞ്ഞ കീഴ്ക്കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയായിരിക്കും, അല്ലെങ്കിൽ കീഴ്ക്കോടതി ഒരു കേസ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കീഴ്ക്കോടതി ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ പറഞ്ഞതായിരിക്കും. ആ പറഞ്ഞതിന് എന്ത് ചെയ്യും? മേൽക്കോടതി തടയും. അപ്പോൾ പ്രോഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ്. പ്രോഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ്. ആര് തടയുന്നു? മേൽക്കോടതി. ആരെ തടയുന്നു? കീഴ്ക്കോടതിയെ തടഞ്ഞു. എന്ത് കാരണം കൊണ്ട് തടഞ്ഞു? ആ പറഞ്ഞ കേസ് അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാനുള്ള യോഗ്യത ആ കോടതിക്കില്ല. അധികാര പരിധിയിൽപ്പെടാത്ത കാര്യമാണ് ആ കോടതി ചെയ്യുന്നത്. നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. ആ കാര്യം ചെയ്യാനുള്ള യോഗ്യതയില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ, സർക്കാർ സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ നമ്മളത് പറയും കോ വാറന്റോ. ഇവിടെ ഇപ്പം മേൽക്കോടതി ചോദിക്കാണ്, നിനക്കെന്ത് അധികാരം? ആ കാര്യം ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ ആ കേസ് നിങ്ങൾ നോക്കുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു ഉത്തരവ് നിങ്ങൾ ഇട്ടത്? എന്തിനാണ് അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലോട്ട് പോകുന്നത്? ഇപ്പോൾ മേൽക്കോടതിയുടെ അധികാര പരിധിയിലിരിക്കുന്ന, അല്ലെങ്കിൽ മേൽക്കോടതി പരിഗണിച്ചു വരുന്ന ഒരു കേസായിരിക്കും. മേൽക്കോടതി പരിഗണിച്ചു വരുന്ന ഒരു കേസ് അത് ചിലപ്പോൾ കീഴ്ക്കോടതി പരിഗണിക്കും. കീഴ്ക്കോടതി അതിനെക്കുറിച്ച് അഭിപ്രായം പറയും, അല്ലെങ്കിൽ കീഴ്ക്കോടതി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലോട്ട് വരും. അങ്ങനെയാണെങ്കിൽ അത് മേൽക്കോടതിയുടെ അധികാരത്തിലോട്ടുള്ള
കടന്നുകയറ്റമാണ്. അതിനുള്ള യോഗ്യത ഈ കീഴ്ക്കോടതിക്കില്ല. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെ മേൽക്കോടതി കീഴ്ക്കോടതി എന്ത് ചെയ്യും? ആ പ്രവൃത്തി ചെയ്യുന്നതിനെ തടയും. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണോ അത് തടയും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിട്ടാണ് ഏത്? പ്രോഹിബിഷൻ. അപ്പോൾ പ്രോഹിബിഷൻ എന്ന് പറയുന്നത് എന്താണ്? തടയുക എന്നുള്ളതാണ്. ആര് തടയുന്നു? മേൽക്കോടതി. ആര് തടയുന്നു? കീഴ്ക്കോടതിയെ. ഏത് സാഹചര്യത്തിൽ തടയുന്നു? അധികാര പരിധി ലംഘിച്ച് ഒരു കീഴ്ക്കോടതി പ്രവർത്തിക്കുമ്പോൾ മേൽക്കോടതി തടയുന്നു, അല്ലെ? ആ പറഞ്ഞതിനെ നമ്മൾ വേറെ രീതി കൂടി പറയും സ്റ്റേ ഓർഡർ. ഏതാണ്? സ്റ്റേ ഓർഡർ. സ്റ്റേ ഓർഡർ എന്നും അറിയപ്പെടുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രോഹിബിഷൻ, അല്ലെ? അപ്പൊ അത് മേൽക്കോടതിയും കീഴ്ക്കോടതിയും തമ്മിലുള്ള കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത റിട്ട് എന്ന് പറയുന്നത് എന്താണ്? സെർഷ്യോററി. സെർഷ്യോററി ആണ് അടുത്ത റിട്ട്. സെർഷ്യോററി എന്നുള്ള വാക്ക്, സെർഷ്യോററി എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ടു ബി സർട്ടിഫൈഡ്. ടു ബി സർട്ടിഫൈഡ് അതായത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന അർത്ഥമുള്ള റിട്ട് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സെർഷ്യോററി. അല്ലെങ്കിൽ സെർഷ്യോററി എന്ന ലാറ്റിൻ വാക്കിന്റെ ലിറ്ററൽ മീനിങ് എന്ത് എന്ന് ചോദിച്ചാൽ ടു ബി സർട്ടിഫൈഡ്, പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ ആ പേരുകളൊക്കെ ഓർമ്മയുണ്ടോ? ഹേബിയസ് കോർപ്പസ്, ശരീരം ഏറ്റെടുക്കാം. മാൻഡമസ്, ഞാൻ കൽപ്പിക്കുന്നു, ഞങ്ങൾ കൽപ്പിക്കുന്നു, അല്ലെ? കോ വാറന്റോ, വിത്ത് വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തോടെ. പ്രോഹിബിഷന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ ടു ബി സർട്ടിഫൈഡ്, പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, അല്ലെ? ഇവിടെയും ആരൊക്കെ തമ്മിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത്? ഇവിടെയും ഈ പറഞ്ഞ കോടതിയും തമ്മിലാണ്. മേൽക്കോടതിയും കീഴ്ക്കോടതിയും തമ്മിലുള്ള എന്തോ ഒരു ഇടപാടാണ്. ഇവിടെ മേൽക്കോടതി കീഴ്ക്കോടതിയെ എന്ത് ചെയ്യുന്നു? തടയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മേൽക്കോടതി കീഴ്ക്കോടതിയെ എന്തോ കാര്യം ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ചെയ്ത എന്തോ കാര്യത്തെ അസാധുവാക്കുന്നു. എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനെ തടയുന്നു. അല്ലെങ്കിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ തൽക്കാലം തടഞ്ഞു വയ്ക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഈ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു. അതാണ് ഈ പറഞ്ഞ ഏത്? സെർഷ്യോററി. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സംശയമായി. പ്രോഹിബിഷനും അതാണല്ലോ, സെർഷ്യോററി അതാണല്ലോ, രണ്ടും തടയുക എന്നുള്ളതാണല്ലോ, അല്ലെ? നേരത്തെ എന്തുകൊണ്ടാണ് തടഞ്ഞത്? പ്രോഹിബിഷനിൽ എന്തുകൊണ്ടാണ് തടഞ്ഞത്? ആ യോഗ്യത, അത് കൈകാര്യം ചെയ്യാനുള്ള, ആ കേസ് അല്ലെങ്കിൽ ആ കാര്യം കൈകാര്യം ചെയ്യാനുള്ള യോഗ്യത ആ കീഴ്ക്കോടതിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പ്രോഹിബിഷൻ എന്നുള്ള റിട്ടിലൂടെ അത് തടഞ്ഞത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഈ കേസ് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ യോഗ്യതയും കീഴ്ക്കോടതിക്കുണ്ട്. ഒരു കേസ് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ യോഗ്യതയും കീഴ്ക്കോടതിക്കുണ്ട്. പക്ഷേ കീഴ്ക്കോടതി സത്യസന്ധമായിട്ടല്ല ആ കേസ് കൈകാര്യം ചെയ്യുന്നത്. അവിടുത്തെ ജഡ്ജ് പ്രതിക്ക് അനുകൂലമായിട്ട് പക്ഷപാതിത്വപരമായിട്ട് പെരുമാറുന്നു. നിങ്ങൾ വാദിയാണെന്ന് വയ്ക്കുക. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ പ്രതിക്ക് അനുകൂലമായിട്ട് അവിടുത്തെ ജഡ്ജ് എന്ത് ചെയ്യുന്നു? പക്ഷപാതിത്വപരമായിട്ട് പെരുമാറുന്നു. നിങ്ങൾ ഒരുപാട് തെളിവുകൾ പ്രതിക്കെതിരെ നിരത്തുന്നു. പക്ഷെ ആ തെളിവുകൾ കണ്ടെന്ന് ആരും നടിക്കുന്നില്ല, കോടതി നടിക്കുന്നില്ല. അപ്പം നിങ്ങൾ എത്ര തെളിവുകൾ നിരത്തിയിട്ടും ഈ പറഞ്ഞ പ്രതിയെ എന്ത് ചെയ്യുന്നു? കോടതി വെറുതെ വിടുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കുറ്റക്കാരനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അവിടെ ഒരു കാര്യം വ്യക്തമായി. എന്താണ്? ഈ കോടതി പക്ഷപാതിത്വപരമായിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പരാതിയുമായിട്ട് എവിടെ ചെല്ലുന്നു? മേൽക്കോടതിയെ ചെല്ലുമ്പോൾ മേൽക്കോടതി എന്ത് ചെയ്യുന്നു? കീഴ്ക്കോടതിയെ ആ കാര്യം കൈകാര്യം ചെയ്യുന്നതെന്ന് തടയുന്നു. അപ്പൊ ഇവിടെ തടഞ്ഞതിന്റെ പിന്നിലുള്ള കാരണം വേറൊന്നുമല്ല. എന്താണ്? പക്ഷപാതിത്വപരമായിട്ട് പെരുമാറുമ്പോഴാണ്, നിയമങ്ങളെ വളച്ചൊടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നിയമത്തെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോഴാണ്, തെളിവുകളെ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴാണ്, പക്ഷപാതിത്വപരമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഏതുപയോഗിക്കുന്നത്? സെർഷ്യോററി എന്ന് പറയുന്ന റിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രോഹിബിഷനിലും മേൽക്കോടതി കീഴ്ക്കോടതിയെ തടയുന്നതാണ്. അതുപോലെ തന്നെ സെർഷ്യോററിയിലും എന്ത് തന്നെയാണ്? മേൽക്കോടതി കീഴ്ക്കോടതിയെ തടയുന്നതാണ്. സാഹചര്യം വ്യത്യസ്തമാണ്. അവിടെ അധികാരമില്ലാത്തതുകൊണ്ട്, ആ കാര്യം ചെയ്യാൻ അധികാരമില്ലാത്തതുകൊണ്ടാണ് മേൽക്കോടതി പ്രോഹിബിഷൻ എന്ന് പറയുന്ന റിട്ടിലൂടെ ആ കോടതിയുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്തത്? തടഞ്ഞത്. അല്ലെങ്കിൽ ആ പറഞ്ഞ കേസ് കൈകാര്യം ചെയ്യുന്ന എന്തോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ തടഞ്ഞത്. ഇവിടെ അതല്ല. ഇവിടെ ഈ കേസ് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ യോഗ്യതയും ഉള്ള കോടതി തന്നെയാണ്. പക്ഷേ കോടതി ശരിയായ രീതിയിലല്ല പോകുന്നത്. വല്ലാത്ത പക്ഷപാതിത്വം കാണിക്കുന്നു, നിയമത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, അതുപോലെ തന്നെ എന്താണ്? തെളിവുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോകും, അല്ലേ? നിങ്ങൾ പെട്ടുപോകും. അതായത് നിങ്ങൾ നിരപരാധിയായി നിങ്ങൾ ശിക്ഷിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ മനസ്സിലായി ജഡ്ജ് ഈ പറഞ്ഞ അല്ലെങ്കിൽ ആ കോടതി എന്താണ്? പക്ഷപാതിത്വപരമായിട്ട് പെരുമാറുന്നു എന്ന് ബോധ്യപ്പെട്ടു. നിങ്ങൾ മേൽക്കോടതിയെ സമീപിക്കും. മേൽക്കോടതി എന്ത് ചെയ്യും? ഈ കീഴ്ക്കോടതിയുടെ പ്രവർത്തനത്തിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കീഴ്ക്കോടതിയുടെ നടപടിക്രമങ്ങളെ തൽക്കാലത്തേക്ക് ഈ പറഞ്ഞ എന്ത് ചെയ്യും? നിർത്തിവെക്കും. ഇനി അതിനിടയിൽ വിധി വന്നിട്ടുണ്ടെങ്കിൽ ആ വിധിയെ എന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്യും. ആ വിധിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും.
വേറെ രീതിയിൽ നമ്മൾ പറയും അപ്പീൽ പോകും എന്നൊക്കെ പറയും അല്ലെ. നിങ്ങൾക്ക് അപ്പീൽ അധികാരമുണ്ട്. ഒരു കോടതിയിൽ ആ പറഞ്ഞ ന്യായം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പീൽ പോകും. ആ അപ്പീൽ അധികാരം നൽകുന്ന റിട്ട് കൂടിയാണ് ഏത്? സെർഷ്യോററി അല്ലെ. അപ്പോൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് സെർഷ്യോററി എന്ന് പറയുന്ന റിട്ടിന്റെ ലിറ്ററലായിട്ടുള്ള മീനിങ്. അതുപോലെ ഒരു കാര്യമാണ് എന്താണ്? അപ്പീൽ അധികാരം. നിങ്ങൾക്ക് അപ്പീൽ അധികാരം കിട്ടുന്നത് ഏത് റിട്ടിന്റെ ബലത്തിലാണ്? സെർഷ്യോററി എന്ന് പറയുന്ന റിട്ടിന്റെ ബലത്തിലാണ്. അപ്പോൾ നമ്മൾ 5 റിട്ടുകളെ കുറിച്ചാണ് പഠിച്ചത്. ഇതിനകത്തുള്ള ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഈ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും. റിട്ടുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം എഴുതാനായിട്ട് പറ്റും. കാണാതെ പഠിച്ചിട്ട് പോയാൽ ഇവിടെ ഉത്തരം എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഹേബിയസ് കോർപ്പസ്? അത് സ്വകാര്യ വ്യക്തികൾക്കെതിരെയും പറ്റുന്ന ഒരു റിട്ടാണ്. അതേസമയം വേറെ പറഞ്ഞു മാൻഡമസ് കോവാറന്റോ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെ സാഹചര്യത്തിലാണ് ആ റിട്ട് വരുന്നത്? പിന്നെ അത് കഴിഞ്ഞിട്ട് കോടതിയും തമ്മിൽ, മേൽക്കോടതിയും കീഴ്ക്കോടതിയും തമ്മിലുള്ള കാര്യം പറഞ്ഞു. അത് ഏതൊക്കെയാണ്? അത് പ്രോഹിബിഷനും സെർഷ്യോറിയുമാണ്. പ്രോഹിബിഷനും സെർഷ്യോറിയും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അത്യാവശ്യം മനസ്സിലാക്കി വെക്കുക. അത് മനസ്സിലാക്കിയ ഈ പറഞ്ഞ ഭാഗത്തുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ പേരിലോട്ട് എത്തിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.